ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻസ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ സീസണിലെ 5ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 2 ആപ്ലിക്കേഷൻസ് വഴി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നേരത്തെ കാണാവുന്നതാണ്. ഈ ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് യാൻ തന്റെ കയ്യിലുള്ള ആൻഷ്യന്റ് ജേഡ് എന്ത് വില കൊടുത്ത് സംരക്ഷിക്കുമെന്ന് പറയുന്നതും തന്റെ ഫാദറിനെ രക്ഷിക്കുമെന്ന് പറയുന്നതുമാണ്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് ഗൂക്ലാനിലെ ജനറൽ അക്കാദമിയിലെ ഹെഡ് മാസ്റ്ററിനോടും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. കഴിഞ്ഞ ദിവസം എൽഡറിന്റെ ടോക്കൺ പോലും മോഷ്ടിച്ച കാര്യം പറയുന്നുണ്ട്. ഇതെല്ലാം തുറന്നു പറയാൻ കാരണം സോൾ ഹാള് അക്കാദമിയെയും ടവറിനെയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. അവരുടെ ലക്ഷ്യം ടവറിലുള്ള ഹെവൻലി ഫ്ലെയിം ആണെന്നും പറയുന്നു. അതിൽ നിന്ന് ഹെഡ് മാസ്റ്ററിനും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു ടവറിൽ ഹെവൻലി ഫ്ലെയിം ഉള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. സോൾ ഹാള് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ അവർ അതിശയിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന യൂണറും കഴിഞ്ഞ ദിവസം നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. സോൾ ഹാളിലുള്ള 2 പേരെ അവർ നേരിട്ടിരുന്നല്ലോ. അവരുടെ വേഷവിധാനങ്ങളെ കുറിച്ചും അവരെ കുറിച്ചുള്ള അടയാളങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. സോൾ ഹാൾ ഇപ്പോൾ അക്കാദമി വരെയും എത്തിയിരിക്കുന്നു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഭയക്കുന്നുണ്ട്. അതിനുശേഷം ഗൂക്ലാനിലെ ആ ജനറൽ ചോദിക്കുന്നത് സോൾ ഹാളുമായിട്ട് ഇങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുന്നത് ആരാണെന്ന് വല്ല ഐഡിയയും ഉണ്ടോ എന്നാണ്. കാരണം ഇവിടുന്ന് സഹായമില്ലാതെ സോൾ ഹാളിന് അത്രയ്ക്ക് എളുപ്പത്തിൽ അവിടെ പ്രവേശിക്കാനാകില്ല. അതിനെ ഹെഡ് മാസ്റ്റർ സാധ്യത പറയുന്നത് മെഡിസിൻ എംപററെയാണ്, അതായത് ഹാൻഫെങ്ങിനെ തന്നെ. കുറച്ച് വർഷക്കാലമായി അവൻ ആ സിറ്റിയിൽ എത്തിയിട്ട് കഴിഞ്ഞ ദിവസം അറ്റാക്ക് നടത്തിയ ആളെ കുറിച്ച് യൂണർ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. അവരുടെ അടയാളം വെച്ച് നോക്കുകയാണെങ്കിൽ അവർ ഹാൻഫെങ്ങിന്റെ കൂടെ ഉള്ളവരാണ്. ഹാൻഫെങ്ങിനെ കുറിച്ച് കേട്ട് കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജനറൽ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഗൂക്ലാൻ ആയിരുന്നു സോൾ ഹാളിനെ അടിച്ചമർത്തിയത്. അന്ന് അവരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിയെന്നാണ് കരുതിയത്. പക്ഷേ ഹാൻഫെങ് അതിനുശേഷം അപ്രത്യക്ഷമാവുകയായിരുന്നു. അവൻ ആദ്യം സോൾ ഹാൾ എന്നുള്ളതായിരുന്നില്ല, വേറെ ഏതോ സെക്റ്റിൽ നിന്നുള്ളതായിരുന്നു. അതുകൊണ്ടായിരുന്നു അവന് വലിയ പരിഗണന കൊടുക്കാതിരുന്നത്. അതിനുശേഷം അവർ ടോക്കൺ ഉപയോഗിച്ച് മെഡിസിൻ ഫോറസ്റ്റിൽ പ്രവേശിച്ചതിൽ ഹെഡ് മാസ്റ്റർ ഒന്നും പറയുന്നില്ല. കാരണം അവർ അങ്ങനെ പ്രവേശിച്ചത് കൊണ്ടാണ് സോൾ ഹാളിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അറിയാൻ സാധിച്ചത്. എന്നാൽ ബായിഷാന്റെ മാസ്റ്റർ ആയിട്ടുള്ള എൽഡർ ഹാവോ അതങ്ങനെ വിട്ടുകളയാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും അവരോട് ഡിസ്കസ് ചെയ്യണമായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അവസാനമായിട്ട് നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും അങ്ങോട്ട് കയറിയിരുന്നോ എന്ന് ചോദിക്കുന്നു. കാരണം അയാൾക്ക് ഉറപ്പായിരുന്നു യാണും കഴിഞ്ഞ ദിവസം അവിടെ പ്രവേശിച്ചിരുന്നു എന്ന്. വേറെ നിവൃത്തിയില്ലാതെ യൂണർ എല്ലാ സത്യങ്ങളും പറയുന്നു, യാണും അവിടെ പ്രവേശിച്ചിരുന്നു എന്ന്. അത് പക്ഷെ ഒരു മെഡിസിനൽ ഹെർബിന് വേണ്ടിയായിരുന്നു എന്നും പ്രത്യേകം പറയുന്നുണ്ട്. എന്നാൽ എൽഡർ ഹാവോ വലിയൊരു കുറ്റാരോപണമാണ് യാണിന്റെ മേൽ ചുമത്തുന്നത്. ഇതിനെല്ലാത്തിനും കാരണം യാൺ ആണെന്ന് പറയുന്നു. അവനാണ് സോൾ ഹാളിന്റെ ഇവിടത്തെ ചാരൻ എന്നൊക്കെ പറയുന്നു. വലിയൊരു ആരോപണമാണല്ലോ യാണിന്റെ മേൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാണിനെ വിളിച്ചു വരുത്തി സത്യാവസ്ഥ അറിയാൻ തന്നെ ഹെഡ് മാസ്റ്റർ തീരുമാനിക്കുന്നു. മാത്രമല്ല അതിനു മുമ്പ് യാണിനെ കുറിച്ച് ഒരുപാട് കുറ്റങ്ങളും പറഞ്ഞിരുന്നു. യാൺ മാത്രമാണ് സ്കൂളിലെ ഒരു നിയമങ്ങളും അനുസരിക്കാത്തത്, ഒരുപാട് നഷ്ടങ്ങളാണ് അവൻ അക്കാദമിക്ക് വരുത്തി വെക്കുന്നത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. യാണിനെ ചോദ്യം ചെയ്തു കഴിയുമ്പോൾ അവനെല്ലാം സമ്മതിക്കുന്നുണ്ട്. അക്കാദമിയുടെ മെഡിസിൻ ഫോറസ്റ്റിൽ അവൻ പ്രവേശിച്ചിരുന്നു. പക്ഷെ അത് അവന്റെ ബ്രദറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു മെഡിസിനൽ ഹെർബ് മോഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതുപയോഗിച്ച് 6th ഗ്രേഡിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള പില്ല് ഉണ്ടാക്കണമായിരുന്നു. അതിനു വേണ്ടിയായിരുന്നു അവൻ അവിടെ പ്രവേശിച്ചത്. അതല്ലാതെ സോൾ ഹാളുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും അവനില്ല എന്ന് അവൻ പറയുന്നു. അവിടെ എത്തുന്ന യൂണറും അത് സമ്മതിക്കുകയാണ്. അവന് വേണ്ട എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തു കൊടുത്തത് യൂണർ ആണെന്നും യാണിനെ ശിക്ഷിക്കാൻ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം അവളെ ശിക്ഷിക്കണം എന്നൊക്കെ പറയുന്നു. എന്നാൽ അതൊക്കെ കേട്ടിട്ട് എൽഡർ ഹാവോ യൂണറിനോട് പറയുകയാണ്, നിനക്ക് അറിയാത്തത് കൊണ്ടാണ്, അവൻ നിന്നെ ഉപയോഗിക്കുകയായിരുന്നു. അവൻ പറയുന്നതൊക്കെ നീ വിശ്വസിക്കുകയാണോ? യാൺ ഒരു ഫൈറ്റർ ആണ്, അല്ലാതെ ഒരു ആൽക്കമിസ്റ്റ് അല്ല. അവൻ ഇപ്പോ പറഞ്ഞ ആ പില്ല് സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റിയ പില്ലല്ല. ഇവിടെയുള്ള എൽഡേഴ്സിൽ പോലും ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ആ പില്ല് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് അവശതയിലായിട്ടുള്ള ഇവന്റെ ബിഗ് ബ്രദറിന് വേണ്ടി അവൻ ആ പില്ല് ഉണ്ടാക്കുക? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? യാണിന് പെട്ടെന്ന് അതിന് ഉത്തരം പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ മോതിരത്തിൽ കൈവച്ച് അവൻ മെഡിസിൻ എൽഡറിനോടാണ് അതിനെപ്പറ്റി ചോദിക്കുന്നത്. എന്നാൽ മെഡിസിൻ എൽഡറിന്റെ ഭാഗത്ത് നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടാകുന്നില്ല. യാൺ മിണ്ടാതിരിക്കുമ്പോൾ എൽഡർ ഹാവോ അതിന് ഉത്തരം പറയാൻ പറയുന്നു. ഇയാണപ്പോൾ മെഡിസിൻ എൽഡറിന്റെ ഭാഗത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ തന്നെയാണ് അത് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. ഹെഡ് മാസ്റ്റർ ആകട്ടെ അതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റാരോപണമാണല്ലോ യാണിന്റെ മേൽ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെളിവുകളൊന്നുമില്ലാതെ അവനെ കുറ്റക്കാരനായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. മാത്രമല്ല അവൻ അവന്റെ ബിഗ് ബ്രദറിന് വേണ്ടിയാണല്ലോ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത്. അതുകൊണ്ട് അത് വലിയ പ്രശ്നമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ എങ്കിലും ടവറിന് അത് മൂലം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചു നാളത്തേക്ക്
അവനെ തടവിലാക്കുന്നു. അതുമാത്രമല്ല ടവറിൽ പ്രവേശിക്കാനുള്ള അധികാരവും എടുത്തു മാറ്റുന്നു. കുറച്ചു നാളത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. യാണിനാണെങ്കിൽ അതിന് ഒന്നും പറയാനും സാധിച്ചില്ല. പിന്നെ കാണിക്കുന്നത് തടവിലാക്കപ്പെട്ട യാണിനെയും യാണിനെ കാവൽ നിൽക്കുന്ന എൽഡർ ഹാവോയെയുമാണ്. അവിടെ വെച്ച് പല പ്രാവശ്യവും യാണും സോൾഹാളുമായിട്ടുള്ള ബന്ധത്തെ പറ്റിയാണ് എൽഡർ ഹാവോ തുടർച്ചയായിട്ട് യാണിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യാൺ അപ്പോഴും ആവർത്തിച്ച് പറയുന്നത് സോൾഹാളുമായിട്ട് അവന് യാതൊരു ബന്ധവുമില്ല, യഥാർത്ഥ കുറ്റവാളിയെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ്. എന്നിട്ടും എൽഡർ ഹാവോ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. സത്യം പറയുന്നത് വരെയും അവൻ ആ തടവറയിൽ തന്നെ ആയിരിക്കും, അതുവഴി സോൾഹാളിനും അക്കാദമിയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ എൽഡർ ഹാവോ പറയുന്നു. യാണാകട്ടെ വീണ്ടും മെഡിസിൻ എൽഡറിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ എന്താണെന്ന് അറിയില്ല, മെഡിസിൻ എൽഡർ ഈയിടെയായിട്ട് അവൻ സംസാരിക്കുന്നതിനൊന്നും റെസ്പോൺസ് കൊടുക്കുന്നില്ല. അപ്പോഴാണ് യൂണർ അവിടെ അവന് ഭക്ഷണവുമായിട്ട് എത്തുന്നത്. അവിടെ ഉണ്ടായിരുന്ന എൽഡർ ഹാവോയെ ജനറലിനെ കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വിളിപ്പിച്ചു. ആ സമയം നോക്കിയാണ് യൂണർ അവന് ഭക്ഷണവുമായിട്ട് വന്നത്. അവിടെ വെച്ച് യാൺ അവന്റെ മറ്റൊരു രഹസ്യം കൂടി യൂണറിനോട് പറയുന്നു. അവൻ അക്കാദമിയിലേക്ക് വന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ടവറിന്റെ ഉള്ളിലുള്ള ഹെവൻലി ഫ്ലെയിം ആയിരുന്നു. അതിനെ കീഴടക്കുക എന്നതാണ് അവന്റെ ലക്ഷ്യം. അതുവഴി അവന്റെ ഫാദറിനെ കണ്ടുപിടിക്കാം, ഷിയോ ക്ലാനെ രക്ഷിക്കാം, മിസ്റ്റിക് ക്ലൗഡ് സെറ്റിനോട് പ്രതികാരം വീട്ടാം. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ യൂണറും അവന്റെ കൂടെ നിൽക്കാമെന്ന് പറയുന്നു. കാരണം യാണും ഷിയോ ക്ലാനും യൂണറിന് അത്രക്ക് പ്രിയപ്പെട്ടതാണ്. അതിനുശേഷം യൂണർ ഒരു സാധാരണ ഫ്ലെയിമിനെ കീഴടക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നു. എന്നാൽ അത് അവരുടെ അടുത്തേക്ക് വരുമ്പോൾ ജനറൽ അത് തടയുന്നു. യൂണർ അപ്പോൾ പറയുകയാണ്, അക്കാദമിയുടെ നിയമം തെറ്റിച്ച് എനിക്ക് യാണിനെ പുറത്തു കടത്താൻ സാധിക്കില്ല. ഹെവൻലി ഫ്ലെയിമിനേക്കാളും എളുപ്പത്തിൽ ഈ ഫ്ലെയിം കീഴടക്കാനാകും. ഇതിനെ കീഴടക്കി ട്രൈ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നാളെ എനിക്ക് ടവറിന്റെ ഉള്ളിലുള്ള ഹെവൻലി ഫ്ലെയിമിനെ കീഴടക്കാൻ സാധിക്കുകയുള്ളൂ. യാണിന് വേണ്ടി കുറഞ്ഞ പക്ഷം എനിക്ക് അതെങ്കിലും ചെയ്യണം. അതുവഴി ജനറലിന് മനസ്സിലാകുന്നു യൂണർ ഗോക്ലാനിലേക്ക് തിരികെ പോകാതിരിക്കാനുള്ള പ്രധാന കാരണം യാൺ തന്നെയാണ്. യാണിനെ നോക്കുകയാണെങ്കിൽ മോതിരത്തിന്റെ ഉള്ളിലേക്ക് വന്ന് അവൻ മെഡിസിൻ എൽഡറിനെ കാണുന്നു. മെഡിസിൻ എൽഡർ അവിടെ തന്നെയുണ്ട്, പക്ഷെ പ്രതിമയെ പോലെ അനങ്ങാതിരിക്കുകയാണ്. എന്താണ് അവൻ ഇത്രയും വിളിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യാതിരുന്നതെന്നൊക്കെ യാൺ ചോദിക്കുന്നു. അപ്പോൾ മെഡിസിൻ എൽഡറിന്റെ ഒരു ശിഷ്യനെ കുറിച്ച് പറയുകയാണ്. കഴിഞ്ഞ സീസണിൽ ഇക്കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാൽ നമുക്കറിയാവുന്നത് പോലെ തന്നെ രണ്ടാമത്തെ സീസൺ ഡിഫറെന്റ് ആയിട്ടാണല്ലോ അവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. 15ാമത്തെ വയസ്സിൽ മെഡിസിൻ എൽഡറിന്റെ ആ ശിഷ്യൻ 3rd ഗ്രേഡിലുള്ള പില്ല് ഉണ്ടാക്കുമായിരുന്നു. 20ാമത്തെ വയസ്സിലാകട്ടെ 6th ഗ്രേഡിലുള്ള പില്ലും. ഒരു ഹെവൻലി ഫ്ലെയിം ഉപയോഗിക്കാതെ ബീസ്റ്റ് ഫ്ലെയിം ഉപയോഗിച്ചാണ് അവൻ ഇതെല്ലാം ചെയ്തത് എന്ന് ഓർക്കണം. എന്നാൽ ആർത്തിയാണ് ഒരു മനുഷ്യനെ അവന്റെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. മറ്റുള്ളവരുടെ ആർത്തിയെ നല്ലവണ്ണം ചൂഷണം ചെയ്യാൻ സോൾഹാളിന് നന്നായിട്ട് അറിയാം. മെഡിസിൻ എൽഡറിന് ഒരു ശിഷ്യനുണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ യാണിന് ശരിക്കും അത്ഭുതമാകുന്നു. മെഡിസിൻ എൽഡറിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നു ആ ശിഷ്യൻ സോൾഹാളിന്റെ കൂടെ പിന്നീട് ചേർന്നുവെന്ന്. എന്നാൽ ആ ശിഷ്യന്റെ പേരോ അത് ആരാണെന്നോ ഒന്നും മെഡിസിൻ എൽഡർ പറയുന്നില്ല. അത് ഹാൻഫെങ് തന്നെയാണെന്ന് നമുക്ക് ഇതുവഴി മനസ്സിലാക്കാം. എങ്കിലും അവസാനം മെഡിസിൻ എൽഡർ അവനോട് പറയുന്നത് പോയി റെസ്റ്റ് എടുക്കൂ, സോൾഹാള് പോലും ടവറിലുള്ള ഹെവൻലി ഫ്ലെയിമിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നാളെ അതിനു വേണ്ടി വലിയൊരു ഫൈറ്റ് തന്നെ ഉണ്ടാകുമെന്ന് മെഡിസിൻ എൽഡർ പറയുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതിനുശേഷം അവൻ പുറത്തെത്തി കഴിയുമ്പോൾ ഇപ്പോഴും എൽഡർ ഹാവോ ഗാർഡായിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. യാൺ അപ്പോൾ അയാളോട് ടവറിന്റെ അടുത്തേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നു. അയാൾ അപ്പോൾ പറയുകയാണ്, ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നിനക്ക് ഗാർഡായിട്ട് ആര് നിൽക്കും? അപ്പോഴേക്കും എൽഡർ ഹാവോ ആവശ്യപ്പെട്ട ഒരു എലിക്സർ ബായ്ഷൻ കൊണ്ടുവന്ന് കൊടുക്കുന്നു. എൽഡർ ഹാവോ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചിട്ട് എല്ലാ മാസ്റ്റേഴ്സിനും കൊണ്ടുപോയി കൊടുക്കാൻ പറയുന്നു. യാൺ അപ്പോൾ അത് എന്താണെന്ന് ചോദിക്കുന്നു. അത് കഴിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ഫൈറ്റിംഗ് എനർജി ഒക്കെ ഒരുപാട് വർദ്ധിക്കും. അതുകൊണ്ട് സോൾഹാളിന്റെ ഒന്നും ഒരടവ് അവിടെ നടക്കാൻ പോകുന്നില്ല. മാസ്റ്റേഴ്സ് ഒക്കെ ഇതുവഴി സ്ട്രോങ് ആയിട്ട് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു. യാൺ അപ്പോൾ കൗശലപൂർവ്വം ആ ടവറിനെ കുറിച്ചൊക്കെ ഒന്നും അറിയാത്തവനെ പോലെ ചോദിക്കുന്നു. എൽഡർ ഹാവോ അപ്പോൾ ആ ടവറിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നു. അയാളുടെ ശ്രദ്ധ തെറ്റുന്ന സമയത്ത് അയാളുടെ കീശയിലുള്ള താക്കോല് മോഷ്ടിക്കാനായിരുന്നു യാൺ ഉദ്ദേശിച്ചത്. ടവറിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അടുത്ത ലെവലിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാം. ടവറിന്റെ ഉള്ളിൽ അതിന് സഹായിക്കുന്ന ഒരു നിധിയുമുണ്ട് എന്ന് പറയുന്നു. അതിന്റെ പേര് പറയുന്നില്ല. എന്നാൽ അവസാനമാകുമ്പോഴേക്കും യാണിന്റെ അടവ് അയാൾക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ ഇനി കൗശലപൂർവ്വം പ്രവർത്തിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി യാൺ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാള് കൊണ്ട് അറ്റാക്ക് ചെയ്ത് വാതിൽ തകർത്ത് അവിടുന്ന് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും കൃത്യസമയം
സമയത്ത് സിയാൻ അവിടെ എത്തി എൽഡർ ഹാവോയെ അടിച്ച് ബോധം കെടുത്തുന്നു. സിയാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ എത്തിയതായിരുന്നു. അവിടുത്തെ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവളും മനസ്സിലാക്കിയത്. യാൻ ആ മെഡിസിൻ ഹെർബ് മോഷ്ടിച്ചതല്ല, സിയാൻ അവൾക്ക് കൊടുത്തതാണ് എന്നൊക്കെ സിയാൻ നന്നായിട്ട് അറിയാം. അതിന്റെ പേരിലൊക്കെ അവനെ തടവറയിലാക്കേണ്ട ഒരു കാര്യവുമില്ല എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് യാണിനെ രക്ഷിക്കാൻ വേണ്ടി സിയാൻ അവിടെ എത്തിയത്. അതിനുശേഷം സിയാൻ തന്നെ നിഷ്പ്രയാസം ആ വാതിലൊക്കെ തകർത്ത് അവനെ രക്ഷിക്കുന്നു. യാൻ അതിനുശേഷം ആ ടവറിനെ ലക്ഷ്യം വെച്ച് പോകുന്നു. സിയാൻ അവന്റെ കൂടെ പോകുന്നില്ല. സിയാൻ എൽഡർ ഹാവോയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഹെഡ് മാസ്റ്റർ ആ ടവർ ടോപ്പ് 10 എത്തിയവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നതാണ്. എന്നാൽ അപ്പോഴേക്കും എന്നെ അതിന് ക്ഷണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻഫെങ് അവിടെ എത്തുന്നു. ഹെഡ് മാസ്റ്റർ അപ്പോൾ ഇവിടെ ഔട്ട്സൈഡേഴ്സിനെ അതിക്രമിച്ച് കയറാൻ യാതൊരു അവകാശവും ഇല്ല എന്ന് പറയുന്നു. ഹാൻഫെങ് അപ്പോൾ പറയുന്നത് എന്നെ പോലത്തെ സാധാരണക്കാർക്ക് അങ്ങനെ അതിക്രമിച്ച് കയറാനാകില്ല, പക്ഷേ സോൾ ഹാള് ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഒരാൾക്ക് അതിന് സാധിക്കും. ഈ ടവറിന്റെ ഉള്ളിലുള്ള ഹെവൻലി ഫ്ലെയിം സോൾ ഹാളിന് അവകാശപ്പെട്ടതാണ്. അതുമൂലമാണല്ലോ എല്ലാ സ്റ്റുഡൻസിന്റെയും ശക്തി പെട്ടെന്ന് വർദ്ധിക്കുന്നത്. മര്യാദക്ക് അനുസരണയോടെ ഞങ്ങൾക്കത് കൈമാറുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഈ അക്കാദമി മാത്രമല്ല, ഈ സാമ്രാജ്യം തന്നെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകും. അതിനിടയ്ക്ക് യാൻ അവിടെ എത്തിയിരുന്നു. അല്പം കഴിഞ്ഞപ്പോഴേക്കും എൽഡർ ഹാവോയും അവിടെ എത്തിയിരുന്നു. ഹെഡ് മാസ്റ്റർ ആകട്ടെ ഹാൻഫെങ്ങിനോട് പറയുകയാണ്, അത് നീ സ്വപ്നം കണ്ടാൽ മതി. അതും പറഞ്ഞുകൊണ്ട് എല്ലാ മാസ്റ്റേഴ്സിനോടും ടവർ സീൽ ചെയ്യാൻ പറയുന്നു. എന്നാൽ അവർക്ക് അവരുടെ ശക്തിയൊന്നും അവിടെ പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല. അട്ടഹസി ചിരിച്ചുകൊണ്ട് ഹാൻഫെങ് പറയുകയാണ്, ആ എലിക്സർ എന്താണ് വർക്ക് ചെയ്യാത്തതെന്ന് ആലോചിക്കുകയായിരിക്കുമല്ലേ? ഇത് നല്ല രസമുണ്ട് കാണാൻ. അപ്പോഴേക്കും ബായ്ഷാൻ അവിടെ എത്തി ഹാൻഫെങ്ങിനോട് ദേഷ്യപ്പെടുന്നു. നീ എന്നെ പറ്റിക്കുകയായിരുന്നല്ലേ? ആ എലിക്സറിലൊക്കെ നീ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നല്ലേ? എന്നെയും നീ പറഞ്ഞു പറ്റിക്കുകയായിരുന്നല്ലേ? ശേഷം അവിടെ വെച്ച് ബായ്ഷാൻ എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയുകയാണ്. അവന്റെ മാസ്റ്റർ ആയിട്ടുള്ള എൽഡർ ഹാവോയാകട്ടെ അതിന്റെ പേരിൽ അവനെ ശരിക്കും ശകാരിക്കുന്നു. അവനെ അവർ ഉപയോഗിക്കുകയായിരുന്നു എന്നും പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നും എൽഡർ ഹാവോ പറയുന്നു. ഇത്രയും നാൾ എൽഡർ ഹാവോ അവന് വേണ്ടി വാദിച്ചതൊക്കെ വെറുതെയായി. ഹാൻഫെങ് ആകട്ടെ ഉടനെ തന്നെ അവരെ അറ്റാക്ക് ചെയ്യാനും തുടങ്ങുന്നു. അവന്റെ കൂടെ ഉണ്ടായിരുന്ന സോൾ ഹാളിലെ 2 പേരും അവിടെ എത്തുന്നുമുണ്ട്. അവരെ നേരിടുന്നതിന് വേണ്ടി ഗൂക്ലാനിലെ ആ ജനറലും എത്തുന്നു. യൂണർ ആകട്ടെ നിനക്ക് ആ ഫ്ലെയിം കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹാൻഫെങ്ങിനെ നേരിടുന്നു. എന്നാൽ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ യൂണർ തെറിച്ചു പോവുകയാണ്. യാണായിരുന്നു ഓടി വന്ന് യൂണറിനെ പിടിച്ചത്. അപ്പോ ഹാൻഫെങ്ങിന്റെ കയ്യിൽ കാണുന്ന ഒരു ഹെവൻലി ഫ്ലെയിം കണ്ട് യാൺ അത്ഭുതപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അവൻ ആ ഫ്ലെയിം ആർജിച്ചിട്ട് അധികമായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അയാളുടെ കയ്യിലുള്ള ഫ്ലെയിം അറിയപ്പെടുന്നത് സീ ഹാർട്ട് ഫ്ലെയിം എന്നാണ്. ടവറിന്റെ ഉള്ളിലുള്ളത് ഫോളൻ ഹാർട്ട് ഫ്ലെയിം ആണ്. രണ്ടും ഹെവൻലി ഫ്ലെയിംസ് തന്നെയാണ്. ഹാൻഫെങ്ങിന്റെ കയ്യിലുള്ള സീ ഹാർട്ട് ഫ്ലെയിമിന് 15ാമത്തെ റാങ്ക് ആണ് ഹെവൻലി ഫ്ലെയിംസിൽ ഉള്ളത്. അതിനുശേഷം ഹാൻഫെങ് പറയുകയാണ്, എന്റെ ഈ ഫ്ലെയിം ഉപയോഗിച്ച് ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ ഒക്കെ ഉണർത്താൻ സാധിക്കും. അതുവഴി വലിയൊരു ദുരന്തം തന്നെയാണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. ഇയാണപ്പോൾ അവന്റെ കയ്യിലുള്ള ഹെവൻലി ഫ്ലെയിംസിൽ 19ാമത്തെ റാങ്കിലുള്ള ഗ്രീൻ ലോട്ടസ് ഫ്ലെയിം കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ടു കഴിയുമ്പോൾ ഹാൻഫെങ്ങിന് അതും സ്വന്തമാക്കണമെന്ന് തോന്നുന്നു. അവര് തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിൽ ശരിക്കും ആധിപത്യം പുലർത്തിയത് ഹാൻഫെങ് തന്നെയായിരുന്നു. കാരണം യാണിനേക്കാളും ഒരുപാട് ലെവല് ഉയരങ്ങളിലായിരുന്നു ഹാൻഫെങ്ങിന്റെ ലെവല്. സോൾ ഹാളിലുള്ള മറ്റുള്ള 2 പേരെയാണെങ്കിൽ ഗൂക്ലാനിലെ ജനറലും എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ചായിരുന്നു നേരിട്ടിരുന്നത്. എന്നിട്ട് പോലും അവർക്ക് വലിയ ഡാമേജ് ഒന്നും കൊടുക്കാൻ സാധിച്ചില്ല. സോൾ ഹാളിലുള്ള ആ 2 പോരാളികൾ മികച്ച പോരാളികൾ തന്നെയാണെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. ഹാൻഫെങ്ങിന്റെ ആക്രമണം കിട്ടി യാൻ തെറിച്ചു പോയി വീണ് കുറെ നേരം കഴിഞ്ഞിട്ടൊക്കെയാണ് ബോധം വരുന്നത്. ഹൂജിയക്കൊക്കെ ശരിക്കും അറ്റാക്ക് ഏൽക്കേണ്ടതായിരുന്നു. ജനറൽ ആയിരുന്നു രക്ഷിച്ചത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹൂജിയക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. അതിന് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ ജനറൽ പറയുന്നത് ഒരു സഹായം അവൾക്ക് കടപ്പെട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് അവൾക്ക് ഒന്നും പെട്ടെന്ന് സംഭവിക്കാൻ അനുവദിക്കില്ല എന്നാണ്. ആനിമേഷൻ കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, ലൈവ് ആക്ഷനിലെ ഫൈറ്റ് ഒക്കെ കാണുമ്പോൾ ശരിക്കും ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. വളരെ സ്ലോ മോഷനിലാണ് ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. ഫൈറ്റ് ഒക്കെ കണ്ടു കഴിയുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നില്ല, ഒരു പഞ്ച് കിട്ടാത്ത പോലെ. ഹാൻഫെങ് അതിനുശേഷം യാണിനെ ആക്രമിച്ച് തെറിപ്പിച്ചിട്ട് പറയുകയാണ്, എന്റെ കയ്യിലുള്ള ഈ ഫ്ലെയിം 15ാമത്തെ റാങ്കിലുള്ളതാണ്. നിന്റെ കയ്യിലുള്ള ഹെവൻലി ഫ്ലെയിം ആകട്ടെ 19ാമത്തെ റാങ്ക് മാത്രമാണ്. ചെറുപ്പത്തിലെ തന്നെ നീ അതിനെ കീഴടക്കിയതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോ അത് നിനക്ക് നഷ്ടപ്പെടാൻ പോവുകയാണല്ലോ. നിന്നെക്കാളും എന്റെ ശക്തി ഒരുപാട് ഉയരങ്ങളിലാണ്. അതിനിടയ്ക്ക് മാസ്റ്റേഴ്സ് അവരുടെ ശക്തി ഉപയോഗിച്ച് ആ ടവർ സീല് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ബായ്ഷാൻ കൊടുത്ത എലിക്സർ കഴിച്ചിട്ടും അവരുടെ ശക്തി പൂർണ്ണമായിട്ടും പോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. യാണാകട്ടെ ഹാൻഫെങ്ങിന്റെ കയ്യിൽ നിന്ന് നിരന്തരമായിട്ട് അറ്റാക്കുകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. യാണിനോട് ഹാൻഫെങ് പറയുന്നുണ്ട് അവൻ ചെറുപ്പമാണ്, ഹെവൻലി ഫ്ലെയിംസിനെ കുറിച്ച് വലിയ ധാരണയൊന്നും അവന് ഇല്ല എന്നൊക്കെ. എന്നാൽ ശക്തമായിട്ട് ഒരു ആക്രമണം കൊടുക്കുന്ന സമയത്ത് യാണിൽ നിന്ന്
ഒരു പ്രത്യാക്രമണം കിട്ടി ഹാൻഫെങ് തെറിച്ചു പോയി വീഴുന്നു. നോക്കുമ്പോൾ ഇതാ മെഡിസിൻ എൽഡർ അവിടെ പ്രത്യക്ഷമായിരിക്കുകയാണ്. അത് കണ്ട് മാസ്റ്റേഴ്സും എല്ലാവരും അത്ഭുതപ്പെടുന്നു. ഹാൻഫെങ്ങിന് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. മെഡിസിൻ എൽഡറിനെ കുറിച്ച് ഒരറിവുമില്ലായിരുന്നു. എല്ലാവരും മരിച്ചു എന്ന് തന്നെയാണ് കരുതിയത്, ഹാൻഫെങ് പോലും. എന്നാൽ മെഡിസിൻ എൽഡർ യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ഹാൻഫെങ് ഒരിക്കലും കരുതിയിരുന്നില്ല. മെഡിസിൻ എൽഡർ അപ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ദുഷ്ടനായിട്ടുള്ള ശിഷ്യ, നിനക്ക് എന്നെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? അത് ഫേമസ് ആയിട്ടുള്ള മെഡിസിൻ എൽഡർ ആണ്. ആ മെഡിസിൻ എൽഡർ യാണിന്റെ മോതിരത്തിന്റെ ഉള്ളിലാണ് എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ മാസ്റ്റേഴ്സ് ഒക്കെ ശരിക്കും അത്ഭുതപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല സോൾഹാൾ ആണ് മെഡിസിൻ എൽഡറിനെ കൊന്നത് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ സ്വന്തം ശിഷ്യനായിട്ടുള്ള ഹാൻഫെങ് തന്നെയായിരിക്കുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല. അതിനെക്കുറിച്ചും അവർ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് മെഡിസിൻ എൽഡറിന്റെയും ഹാൻഫെങ്ങിന്റെയും പഴയ ഒരു സംഭവം കാണിക്കുന്നത്. ഹാൻഫെങ് രഹസ്യമായിട്ട് ഫ്ലെയിം മന്ത്ര ടെക്നിക് അടങ്ങിയിരിക്കുന്ന ഒരു ബുക്ക് വായിച്ചു. എന്നാൽ അതുവഴി പൂർണ്ണമായിട്ടും ഫ്ലെയിം മന്ത്ര പഠിക്കാൻ സാധിച്ചില്ല. അന്ന് മെഡിസിൻ എൽഡറും ഹാൻഫെങ്ങും ഒക്കെ സ്റ്റാർഫോൾ ഹാളിൽ ഉള്ളതായിരുന്നു. സ്റ്റാർഫോൾ ഹാളിന്റെ നേതാവായിരുന്നു മെഡിസിൻ എൽഡർ. ഹാൻഫെങ് അതിന് ന്യായീകരണമായിട്ട് പറഞ്ഞത് മെഡിസിൻ എൽഡറിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും കഴിവുള്ളത് അവനാണ്. മെഡിസിൻ എൽഡർ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അവൻ പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫ്ലെയിം മന്ത്രയാണ് അവന് പഠിക്കേണ്ടത്. അത് പഠിക്കുന്ന സമയത്ത് മരണം പോലും സംഭവിച്ചാലും കുഴപ്പമില്ല. പവറാണ് ഈ ലോകത്ത് പ്രധാനപ്പെട്ടത്. താൻ ചെയ്തത് തെറ്റാണെങ്കിൽ ഈ ലോകം മുഴുവനും തെറ്റാണ് എന്നൊക്കെയാണ് ന്യായീകരണമായിട്ട് പറഞ്ഞത്. എന്നാൽ അത് കർശനമായിട്ടുള്ള ഒരു നിയമമായിരുന്നു. നിയമം തെറ്റിച്ചത് കൊണ്ട് തന്നെ അവന്റെ മാസ്റ്റർ വളരെ വിഷമത്തോടെ തന്നെ കുറെ നാളത്തേക്ക് അവനെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കുകയായിരുന്നു. അതിന്റെ ദേഷ്യത്തിൽ മെഡിസിൻ എൽഡറിനെ ബ്രേക്ക് ത്രൂ ഉണ്ടായ സമയത്ത് മെഡിസിൻ എൽഡറിന്റെ ഫർണസിൽ അവൻ വിഷം കലർത്തുകയായിരുന്നു. അതുമൂലം അവിടെ ഉണ്ടായിരുന്ന ഒരു ക്ലിഫിൽ നിന്ന് മെഡിസിൻ എൽഡർ വീഴുകയായിരുന്നു. ആ സമയത്ത് മെഡിസിൻ എൽഡർ മരിച്ചു എന്നാണ് കരുതിയത്. മെഡിസിൻ എൽഡർ ആകട്ടെ അതൊക്കെ ഓർത്തതിന് ശേഷം അവനെ കഴുത്തിന് പിടിച്ചു പോക്കുന്നു. ഇയാളപ്പോൾ പല പ്രാവശ്യവും മെഡിസിൻ എൽഡറിനോട് മോതിരത്തിന്റെ ഉള്ളിലേക്ക് തന്നെ പോകാൻ പറയുന്നുണ്ട്. കാരണം അധിക നേരം മെഡിസിൻ എൽഡർ അങ്ങനെ പുറത്തു നിൽക്കുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് മെഡിസിൻ എൽഡർ ഇല്ലാതാകും. ഹാൻഫെങ്ങിനും അത് മനസ്സിലാകുന്നു. മെഡിസിൻ എൽഡറിന് ഇപ്പോൾ പഴയ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹാൻഫെങ് മെഡിസിൻ എൽഡറിനെ തിരിച്ചാക്രമിക്കുന്നു. ആദ്യമൊക്കെ മാസ്റ്ററിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഇന്ന് കരയുന്നത് പോലെ അവൻ അഭിനയിക്കുകയായിരുന്നു. എന്നാൽ മാസ്റ്ററിന് പഴയ ശക്തിയൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ മാസ്റ്ററിനെ ആക്രമിക്കുകയായിരുന്നു. അതിനുശേഷം നിങ്ങളോടുള്ള എന്റെ കടപ്പാടൊക്കെ ഞാൻ തീർത്തതാണ്, പക്ഷേ എന്നോടുള്ള കടപ്പാട് നിങ്ങൾ ഇതുവരെയും തീർത്തിട്ടില്ല, എനിക്ക് അവകാശപ്പെട്ടത് തരാൻ പറയുന്നു. ഫ്ലെയിം മന്ത്ര തന്നെയാണ് ചോദിക്കുന്നത്. എന്നാൽ അറ്റാക്ക് കിട്ടിയതിനു ശേഷവും മെഡിസിൻ എൽഡർ പറയുന്നത് വേറൊന്നുമല്ല, സ്റ്റാർഫോൾ ഹാള് വിട്ടതിന് ശേഷം നീ സോൾ ഹാളിന്റെ കൂടെ ചേരുകയായിരുന്നു. ഇത്രയൊക്കെ ദുഷ്ടതകൾ ചെയ്തു കൂട്ടാൻ സോൾ ഹാള് നിനക്ക് എന്താണ് ഓഫർ ചെയ്തത്? അപ്പോ വിഷമത്തോടെ ഹാൻഫെങ് പറയുകയാണ്, ഫ്ലെയിം മന്ത്രയെ ഓർത്തായിരുന്നു സ്റ്റാർഫോൾ ഹാളിൽ എല്ലാം ക്ഷമിച്ച് ഞാൻ നിന്നത്. ഒരു ദിവസം നിങ്ങൾ അത് തരുമെന്ന് കരുതി, പക്ഷേ നിങ്ങൾക്കത് തരുവാൻ യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വന്നത്. എന്നാൽ മെഡിസിൻ എൽഡർ പറയുകയാണ്, സോൾ ഹാളിന്റെ കൂടെ ചേർന്ന് നീ ഇപ്പോൾ ഫാളൻ ഹാർട്ട് ഫ്ലെയിമും സ്വന്തമാക്കാൻ ശ്രമിക്കുകയാണല്ലേ, പക്ഷേ അത് നടക്കാൻ പോകുന്നില്ല. അതിനുശേഷം യാണിന്റെ കൂടെ ഒരുമിച്ചാണ് അവനെ ആക്രമിക്കുന്നത്. അതിൽ നിന്ന് ഹാൻഫെങ്ങിന് മനസ്സിലാകുന്നു യാണിന് ഫ്ലെയിം മന്ത്ര മെഡിസിൻ എൽഡർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർ ഒരുമിച്ച് ആക്രമിച്ചിട്ടും ഹാൻഫെങ്ങിനെ കീഴടക്കാൻ സാധിക്കുന്നില്ല. ഹാൻഫെങ്ങിന്റെ അറ്റാക്ക് മൂലം മെഡിസിൻ എൽഡർ അല്പം തെറിച്ചു പോവുക പോലും ചെയ്യുന്നു. ഏത് നിമിഷവും മെഡിസിൻ എൽഡർ പൂർണ്ണമായിട്ടും ഇല്ലാതാകും എന്നതുപോലെയാണ് മെഡിസിൻ എൽഡറിന്റെ ബോഡി അടയാളം കാണിക്കുന്നത്. ഹാൻഫെങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലെയിംസുകൾ പ്രയോഗിച്ചത് കൊണ്ടാണോ എന്നറിയില്ല, ടവറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഫോളൻ ഹാർട്ട് ഫ്ലെയിമും സീല് പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ ഒരുങ്ങുന്നു. അത് കണ്ട് മാസ്റ്റേഴ്സ് അവരുടെ ശക്തി കൂടുതലായിട്ട് അവിടെ പ്രയോഗിക്കുന്നു. ഹാൻഫെങ് ആകട്ടെ ഇത് തന്നെയാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി ഫോളൻ ഹാർട്ട് ഫ്ലെയിമിനെ കീഴടക്കിയതിനു ശേഷം നിങ്ങളുടെ കാര്യം ഡീല് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വളരെ വേഗത്തിൽ ടവറിന്റെ ഉള്ളിലേക്ക് കയറുന്നു. എന്നാൽ അവൻ അത് സ്വന്തമാക്കാൻ യാണും മെഡിസിൻ എൽഡറും സമ്മതിച്ചില്ല. പാഞ്ഞ് അവനെ ഫോളോ ചെയ്ത് ആക്രമിക്കുന്നു. രണ്ടുപേരും പല സൈഡിൽ നിന്ന് ആക്രമിച്ചിട്ട് പോലും ഹാൻഫെങ് അതിനെ ചെറുത്തു നിന്നു. സോൾ ഹാളിലുള്ള മറ്റുള്ള രണ്ടുപേരെ ഇപ്പോഴും സ്റ്റുഡൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടെ ഗൂക്ലാനിലെ ആ ജനറലും ഉണ്ട്. അതുകൊണ്ടാണ് ഹാൻഫെങ് ഒറ്റയ്ക്ക് അവരെ നേരിടുന്നത്. ഹാൻഫെങ്ങിനെ പെട്ടെന്ന് കീഴടക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കി മെഡിസിൻ എൽഡർ യാണിനോട് ഹെവൻലി ഫ്ലെയിംസ് ഒന്നുകൂടി യൂസ് ചെയ്യാൻ പറയുന്നു. അത് മെഡിസിൻ എൽഡറിന്റെ ശരീരത്തിന് ആപത്താണ് എന്ന് പറഞ്ഞിട്ട് മെഡിസിൻ എൽഡർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. വീണ്ടും രണ്ടുപേരും ഒരുമിച്ച് ഹാൻഫെങ്ങിനെ ആക്രമിക്കുന്നു. ഇപ്രാവശ്യം ഹാൻഫെങ് തെറിച്ചു പോയി വീണ് ചോര തുപ്പുന്നുണ്ട്. ഇതേ സമയമാണ് മെഡിസിൻ എൽഡർ ഒരു കാര്യം ഹാൻഫെങ്ങിനോട് പറയുന്നത്. സോൾ ഹാൾ ആയിരിക്കാം അവന്റെ കയ്യിലുള്ള സീ ഹാർട്ടൻ ഫ്ലെയിം അവന് കൊടുത്തതെന്ന് മെഡിസിൻ എൽഡർ ഊഹിച്ചെടുത്തിരുന്നു. കാരണം മെഡിസിൻ എൽഡറിന് അറിയാവുന്ന ഹാൻഫെങ്ങിന്റെ കയ്യിൽ ബീസ്റ്റ് ഫ്ലെയിം മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല അവന്റെ കയ്യിലുള്ള സീ ഹാർട്ട് ഫ്ലെയിം
ആകട്ടെ ഒറിജിനൽ ആയിട്ടുള്ള സീ ഹാർട്ട് ഫ്ലെയിം അല്ല, അതൊരു സബ്സിഡറി ഫ്ലെയിം ആണ്. ആ കാര്യം ഇതേ സമയം ഹാൻഫെങ്ങിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും മുകളിൽ യൂണറും എത്തിയിരുന്നു. ഉടനെ തന്നെ ഹാൻഫെങ് യൂണറിനെ ആക്രമിക്കുന്നു. യൂണർ തടുക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അതിൽ പരാജയപ്പെട്ടു. അവസാനം യൂണറിനെ വലിച്ചെടുത്ത് കഴുത്തിന് പിടിച്ചിട്ട് യാണിനോട് പറയുകയാണ്, നിന്റെ വീക്ക്നെസ് ഇവളാണെന്നറിയാം. യാൺ അത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് ആകുലപ്പെടുന്നു. അവൻ ആവശ്യമുള്ള ഫ്ലെയിം മന്ത്രം കൊടുക്കാം, അവളെ വെറുതെ വിടാൻ പറയുന്നു. മെഡിസിൻ എൽഡറും നിരപരാധികളെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നു. എന്നാൽ ഹാൻഫെങ്ങിന് വേണ്ടത് അതായിരുന്നില്ല. ഹാൻഫെങ് പറയുകയാണ്, ഇവളെ ഞാൻ വെറുതെ വിടണമെങ്കിൽ എന്റെ മുമ്പിൽ വെച്ച് നീ നിന്റെ മാസ്റ്ററിനെ കൊല്ലണം. ഇതോടെ ഈ എപ്പിസോഡും ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.